മുഖവും മുൻകൈകളും അല്ലാത്തത് നിർബന്ധമായി മറച്ചിരിക്കണം. മുഖം പോലും മറക്കാൻ സാധിച്ചാൽ ഉത്തമമാണ്, സംശയമൊന്നുമില്ല. ആരെ പേടിച്ചിട്ട്? പള്ളിയിലെ മൗലവിനെ കാണുമ്പോ മാത്രാണോ? മറ്റൊരാളെ കാണുമ്പോ മാത്രാണോ? ബഹുമാനിക്കുന്നു എന്ന് തോന്നുന്നവരെ കാണുമ്പോ മാത്രമാണോ? ഒരിക്കലുമല്ല. എന്റെ റബ്ബ് എന്നോട് പറഞ്ഞതാ, അന്യരുടെ മുമ്പിൽ എന്റെ വേഷം ഇപ്രകാരമായിരിക്കണം. അത് പാലിക്കണമെങ്കിൽ നല്ല ക്ഷമയുള്ള പെണ്ണിനെ കഴിയൂ. പടച്ചോനെ പേടിയുള്ളവർക്കേ കഴിയൂ. ബഖറ സൂറത്തിലെ തുടക്കം കേട്ടില്ലേ? ഇത് വലിയ പ്രയാസമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ. നല്ല പടച്ചോനെ പേടിയുള്ളവർക്കല്ലാതെ ഇതിന് പറ്റൂല. ഒരു ന്യായീകരണം കണ്ടെത്തും. ചൂടെടുക്കും, മഷ്കനട്ടാറ് ചൂടെടുക്കും. ശൈത്താൻ പറഞ്ഞു കൊടുത്തു. എവിടുക്കാ പോയി കിടക്കുന്നത്? ഖബർ. അതിനേക്കാൾ അത്യുഗ്രമായ ചൂടുള്ള നരകത്തിയിലേക്കാ പോയി കിടക്കാനുള്ളത്. പെങ്ങളെ, നല്ലോണം ചിന്തിച്ചോ. ആർക്കും വേണ്ടി പറയല്ല, സ്വന്തത്തോട് ചോദിക്ക്. ഇന്ന് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കിഷ്ടല്ലാത്ത വേഷത്തിൽ 3 വെള്ള കഷ്ണത്തുടിയിൽ എന്നെ കഫം പൊതിഞ്ഞ് ഒരു മുഖമക്കനെയും ധരിപ്പിച്ച് ഒരു അരയുടുപ്പും മുടിപ്പിച്ചിട്ട് 3 വെള്ള തുണിയിൽ മുഴുവനും മൂടിയിട്ട് ഒരു മുടിനാരിഴ കാണാതെ തലയുടെ ഭാഗത്തൊരു കെട്ട്, കാലിന്റെ ഭാഗത്തൊരു കെട്ട്, മധ്യഭാഗത്തൊരു കെട്ട് ഖബറിൽ കൊണ്ടുപോയി ഇറക്കി വെക്കും. നിന്നെ ഈ വേഷത്തിന് പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച ഒരാളും നിന്റെ കൂടെ ഖബറിൽ ഉണ്ടാവില്ല. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്കാ പോണത്. നല്ലോണം ചിന്തിച്ചോളൂ. ഇത് അവരവരുടെ കാര്യമാണ് ചിന്തിക്കേണ്ടത്, വേറെ ആർക്കും വേണ്ടിയല്ല പറയുന്നത്. നമ്മൾ ചിന്തിക്കണം, എന്തിനാ ഞാൻ ഈ വേഷം ധരിക്കുന്നത്? എന്റെ റബ്ബിന് വേണ്ടി. ബോധം കെട്ടി വീഴുന്ന സമയത്ത് പോലും, അബോധാവസ്ഥയിൽ വീഴുമ്പോ ശരീരത്തിൽ നിന്ന് ഔറത്ത് വെളിവായപ്പോ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബ വനിത വന്നു. നബിയെ, ബോധം കെട്ടി വീണ പെണ്ണ ഞാൻ പലപ്പോഴും അപസ്മാരണ്ട്. അപ്പൊ എന്റെ അറിയാതെ എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം വെളിവായിട്ട് അന്യ ആണുങ്ങളത് കാണുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അങ്ങനെ വീഴുമ്പോ നിന്റെ ഔറത്ത് വെളിവാവൂല. ദുആ ചെയ്തു. ആ സ്ത്രീ മരണം വരെ വീണിട്ടുണ്ട്, പിന്നെയും ഔറത്ത് വെളിവായിട്ടില്ല. ആ ഉമ്മമാര് പോയ സ്വർഗത്തിലേക്ക് പോകാനാ പെങ്ങളെ കാത്തിരിക്കുന്നത്. മനഃപൂർവ്വം തന്റെ ഔറത്ത് വെളിവാക്കി കണ്ടോളിൻ, നോക്കിക്കോളിൻ, ആസ്വദിച്ചോളിൻ എന്ന് പറഞ്ഞ് റീൽസുകളിൽ ആറാടുന്ന പെങ്ങളെ, ലക്ഷങ്ങൾക്കിടെ ലൈക്ക് കിട്ടാൻ വേണ്ടി ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന പെങ്ങളെ, ഖബറിൽ വെച്ചാൽ 3-ാമത്തെ ദിവസം നിന്റെ ശരീരം മുഴുവനും പൊട്ടി അഴിഞ്ഞു ഒഴുകി ഖബർ നിറയും. അതിൽ പുഴുക്കൾ വന്ന് നിന്റെ മാംസം തിന്നും. വിശ്വാസമുള്ളവരോടാ ഞാൻ പറയുന്നത് കേട്ടോ, വിശ്വാസമുള്ളവരോട് മാത്രം, അല്ലാത്തവരോട് എനിക്ക് വർത്താനില്ല. നല്ല ക്ഷമയുള്ളവർക്ക് അള്ളാഹു പറഞ്ഞതുപോലെ വേഷവിധാനം ധരിച്ചു പുറത്തിറങ്ങാൻ കഴിയും.